ഹായ് ഫ്രണ്ട്സ്, ജേർണലിംഗ് ജേണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനെ കുറിച്ചാണ്. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടൊരു സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക. അതിനകത്ത് നമ്മൾ സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പ്, യൂണിറ്റ്സ്, സ്റ്റാൻഡേർഡ് റേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ കൂടെ നമുക്ക് 2-3 കാര്യങ്ങളും കൂടെ എക്സ്ട്രാ ഉണ്ടായിരിക്കും. സ്റ്റോക്ക് കാറ്റഗറി, ആൾട്ടർനേറ്റ് യൂണിറ്റ്സ്, ബാച്ച് നമ്പർ, മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ABC എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പനിയിലേക്ക് ഒരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം, പുതിയൊരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ലൊക്കേഷൻ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ തന്നെ യൂസ് ചെയ്യാം. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനകത്ത് ഇൻവെൻട്രി മാസ്റ്റേഴ്സിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, സ്റ്റോക്ക് കാറ്റഗറി ഉണ്ടായിരിക്കും, സ്റ്റോക്ക് ഐറ്റംസ് ഉണ്ടായിരിക്കും, യൂണിറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടെ നമുക്ക് ബാച്ച് നമ്പർ, മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഐറ്റം, ഇത് മൂന്നും നമ്മളുടെ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ വിൻഡോയിലാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ പേര് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് 200 ഗ്രാം, ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പേര്, കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് 200 ഗ്രാം. അതിൻ്റെ അണ്ടർ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഗ്രൂപ്പായിട്ട് നമുക്ക് പറയാം കോൾഗേറ്റ് എന്നുള്ളതാണ് ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ്, നമ്മൾ ഗ്രൂപ്പൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ക്രിയേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. അവിടെ നമുക്ക് ഗ്രൂപ്പിന് നെയിം കൊടുക്കാം, കോൾഗേറ്റ് എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്തു. അടുത്ത ഓപ്ഷൻ കാറ്റഗറിയാണ്. കാറ്റഗറിയിൽ നമുക്കവിടെ ടൂത്ത് പേസ്റ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ കോൾഗേറ്റിൽ തന്നെ ടൂത്ത് പേസ്റ്റ് ഉണ്ടായിരിക്കും, ബ്രഷ് ഉണ്ടായിരിക്കും, അങ്ങനെ പല പ്രൊഡക്റ്റുകളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ കോൾഗേറ്റ് കൊടുത്തു, അണ്ടർ എന്നുള്ളത് കോൾഗേറ്റ് കൊടുത്തു. കാറ്റഗറിയിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ടൂത്ത് പേസ്റ്റ് എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റിൽ പോയി ഇവിടെ നമുക്ക് ടൂത്ത് പേസ്റ്റ് എന്ന് കൊടുത്തു, ടൂത്ത് പേസ്റ്റ് സേവ് ചെയ്തു. ഇനി ചിലപ്പോൾ നമുക്കിവിടെ കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ കാറ്റഗറി ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ F12 പ്രസ് ചെയ്യുക. F12 കോൺഫിഗറേഷനാണ്. F12 കോൺഫിഗറേഷനിൽ ഇവിടെ കാണാം യൂസ് സ്റ്റോക്ക് കാറ്റഗറി ഫോർ സ്റ്റോക്ക് ഐറ്റംസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇത് എസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഐറ്റം ക്രിയേഷൻ വിൻഡോയിൽ സ്റ്റോക്ക് കാറ്റഗറി കാണുള്ളൂ. അപ്പോൾ അഥവാ അവിടെ കണ്ടിട്ടില്ലെങ്കിൽ F12 വന്നിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് നോ ആയിട്ടാണെങ്കിൽ നമുക്കവിടെ ഐറ്റം ക്രിയേഷൻ വിൻഡോയിൽ സ്റ്റോക്ക് കാറ്റഗറി കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് F12 കോൺഫിഗറേഷനിൽ വന്നിട്ട് യൂസ് സ്റ്റോക്ക് കാറ്റഗറി ഫോർ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ഓപ്ഷൻ നമ്മൾ എസ് ആക്കി വെക്കണം. ഓക്കെ, അത് എസ് ആക്കിയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി അടുത്തത് യൂണിറ്റ് ആണ്. യൂണിറ്റ് നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റിൽ പോയി യൂണിറ്റിന് നമ്പേഴ്സിന് NOS എന്ന് കൊടുത്തു, നമ്പേഴ്സ് ഫോർമാറ്റ് ലൈൻ നമ്പേഴ്സ് കൊടുത്തു, സേവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ആൾട്ടർനേറ്റ് യൂണിറ്റ്, കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ്, സാധാരണ പേസ്റ്റുകളെല്ലാം ഓരോ ബോക്സുകളായിട്ടാണ് വരിക. അപ്പോൾ അവിടെ ഒരു ബോക്സിനകത്ത് ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 1 ബോക്സ്, 2 ബോക്സ്, 10 ബോക്സ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യണത്. പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അതിൽ 1 എണ്ണം, 2 എണ്ണം, 3 എണ്ണം അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇവിടെ നോർമൽ നമ്മളുടെ യൂണിറ്റ് നമ്പേഴ്സാണ്. എക്സ്ട്രാ ഒരു യൂണിറ്റും കൂടെ പറഞ്ഞു, ബോക്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ബോക്സ് എന്നുള്ള യൂണിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ആ ബോക്സ് എന്നുള്ള യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം.
ഓൾട്ടർനേറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടില്ല. നമ്മളിവിടെ പോവുക, നേരത്തെ പറഞ്ഞ കോൺഫിഗറേഷനിൽ പോവുക, F12 കോൺഫിഗറേഷനിൽ പോവുക. അതിൽ ഇവിടെ ഉണ്ടാവും യൂസ് ആൾട്ടർനേറ്റ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് നമ്മൾ നോന്നാണ്, ഇപ്പോൾ അതിനെ എസ് ആക്കി മാറ്റുക. യൂസ് ആൾട്ടർനേറ്റ് യൂണിറ്റ്സ് എന്നുള്ളത് നോന്നുള്ളത് എസ് ആക്കുക, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ യൂണിറ്റ് നമ്പേഴ്സ് കഴിഞ്ഞ ഒരു ഓപ്ഷനും കൂടെ കാണാം, ഓൾട്ടർനേറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഓൾട്ടർനേറ്റ് യൂണിറ്റ്, അവിടെ നമ്മൾ നമ്മളുടെ പുതിയ യൂണിറ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റിൽ പോയി സിമ്പിൾ BX എന്ന് കൊടുത്തു, ബോക്സ് ഫോർമൽ നെയിം ബോക്സ് കൊടുത്തു, സേവ് ചെയ്തു. ഇനി നമ്മൾ ഒരു ബോക്സിൽ എത്ര എണ്ണം വരുന്നുണ്ട് അത് നമ്മളിവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൊടുക്കാം 1 ബോക്സ് ഈക്വൽസ്, ഞാനിപ്പോൾ ഒരു 10 നമ്പേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ 1 ബോക്സ്, ഒരു ബോക്സിൽ നമുക്ക് 10 നമ്പറാണ് ഉണ്ടായിരിക്കുക. അതിനുശേഷം നമുക്ക് ഈ പ്രോഡക്റ്റിന് മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യണം. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും സെറ്റ് ചെയ്ത് കൊടുക്കണം. അവിടെ ആ ഓപ്ഷൻ നമുക്ക് വരണമെങ്കിൽ നമ്മൾ F11 ഫീച്ചേഴ്സ് എടുക്കുക. F11 ഫീച്ചേഴ്സ്, ഓക്കെ. F11 ഫീച്ചേഴ്സ്, ഒന്നുകിൽ കീബോർഡിൽ F11 പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെ കമ്പനി ഓപ്ഷൻ Alt Kയിൽ പോവുക. അതിനകത്തുണ്ടാവും ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം, ഓക്കെ. ആ ഫീച്ചേഴ്സിൽ പോയിട്ട് ഇവിടെ ഉണ്ടായിരിക്കും എനേബിൾ ബാച്ചസ് എന്ന് പറഞ്ഞിട്ട് കാണാം. എനേബിൾ ബാച്ചസ്, അത് നമ്മൾ എസ് ആക്കി. അതിന് തൊട്ട് താഴെ മെയിൻറ്റെയിൻ എക്സ്പയറി ഡേറ്റ് ഫോർ ബാച്ചസ്, അതും നമ്മൾ ആ 2 ഓപ്ഷൻസ് എസ് ആക്കിയിട്ട് സേവ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, മെയിൻറ്റെയിൻ ഇൻ ബാച്ചസ് എന്ന് പറഞ്ഞിട്ട്. ബാച്ച് നമ്പർ സെറ്റ് ചെയ്യണോ, എസ് കൊടുത്തു. അതേപോലെ ട്രാക്ക് ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ഡേറ്റ് കൊടുക്കണമെങ്കിൽ ഈ ഓപ്ഷൻ എസ് ആക്കണം. അതേപോലെ യൂസ് എക്സ്പയറി ഡേറ്റ്, ഈ 3 ഓപ്ഷൻ നമ്മൾ എസ് ആക്കി. അതിനുശേഷം സ്റ്റാൻഡേർഡ് റേറ്റ് എസ് ആക്കി, പർച്ചേസ് റേറ്റും സെല്ലിംഗ് റേറ്റും. പർച്ചേസ് റേറ്റ് നമ്മളൊരു 50 റുപ്പീസ് കൊടുത്തു, സെല്ലിംഗ് റേറ്റ് ഒരു 75 റുപ്പീസും കൊടുത്തു, ഓക്കെ. എന്നിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം നമ്മൾ വൗച്ചേഴ്സിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണം. വൗച്ചേഴ്സിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണം. F9 പർച്ചേസ് എടുത്തു. ഫസ്റ്റ് പാർട്ടീസ് അക്കൗണ്ട് നെയിമാണ്, നമ്മൾ പാർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ലെഡ്ജറൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പാർട്ടിയുടെ നെയിം അവിടെ നമ്മൾ ക്രിയേറ്റ് കൊടുത്തു. റൈറ്റ് സൈഡിൽ ക്രിയേറ്റ് ഓപ്ഷൻ കാണാം. ക്രിയേറ്റിൽ പോയി അവിടെ ഞാൻ PQR എന്ന് കൊടുത്തു. PQRൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യണത്. അവരെ നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് പറയുക. ആക്സെപ്റ്റ് ചെയ്തു, സേവ് ചെയ്തു. പാർട്ടിയുടെ അഡ്രസ്സൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞ് പർച്ചേസ് ലെഡ്ജർ പർച്ചേസ് അക്കൗണ്ടാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്രിയേറ്റ് കൊടുത്തു. അവിടെ നമ്മൾ പർച്ചേസ് കൊടുത്തു. അണ്ടർ ഗ്രൂപ്പ് പർച്ചേസ് അക്കൗണ്ട്, ഓക്കെ. ഗ്രൂപ്പ് പർച്ചേസ് അക്കൗണ്ട് കൊടുത്തു, ആക്സെപ്റ്റ് ചെയ്തു, സേവ് ചെയ്തു. അതിനുശേഷം ഐറ്റം, നെയിം ഓഫ് ഐറ്റം, എന്താണ് പർച്ചേസ് ചെയ്യണത്, ഒന്നുകിൽ നമുക്ക് അവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ സ്പേസ് ബാർ അടിച്ചാൽ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐറ്റം ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അവിടുന്ന് നമുക്ക് കൊടുക്കാം കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് എന്ന് സെലക്ട് ചെയ്തു. അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് ലിസ്റ്റ് ഓഫ് ആക്റ്റീവ് ബാച്ചസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ബാച്ച് നമ്പർ സെറ്റ് ചെയ്യണം. അപ്പോൾ ബാച്ച് നമ്പർ സെറ്റ് ചെയ്യാൻ ന്യൂ നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ വെച്ചിട്ട് എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ അവിടെ ന്യൂ നമ്പർ ചോദിക്കും. ബാച്ച് നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ ബാച്ച് നമ്പർ 1001 കൊടുത്തു. ബാച്ച് നമ്പറിൻ്റെ കോഡ് കൊടുത്തു. ശേഷം എൻ്റർ അടിച്ചു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ക്വാണ്ടിറ്റിയാണ്. എത്ര ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യണത്. അപ്പോൾ നമ്മളൊരു 50 ബോക്സാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ 50 ബോക്സ് എന്ന് കൊടുക്കുക. 50 BX എന്ന് കൊടുത്തു. 50 ബോക്സ് എന്ന് പറഞ്ഞാൽ 500 എണ്ണമാണ്. കാരണം ഒരു ബോക്സിൽ 10 എണ്ണം ഉള്ളത്. അപ്പോൾ 50 ബോക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ 500 എണ്ണം. 50 രൂപയാണ് ഒരെണ്ണത്തിന് റേറ്റ്. അങ്ങനെ 25,000 രൂപ. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഈ ബാച്ച് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ മാനുഫാക്ചറിങ് ഡേറ്റ്, അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. എക്സ്പയറി ഡേറ്റ് ഇവിടെയും കൊടുക്കണം. മാനുഫാക്ചറിങ് ഡേറ്റ് എപ്പോഴും നമ്മൾ എൻട്രി ചെയ്യുന്ന ഡേറ്റിന് മുമ്പായിരിക്കും മാനുഫാക്ചറിങ്. പ്രൊഡക്ഷൻ കഴിഞ്ഞാലല്ലേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മാനുഫാക്ചറിങ് ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 2024 ജനുവരിയിലാണ് പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളെങ്കിൽ ജാൻ 2024 അത് കൊടുത്തു. അപ്പോൾ ജനുവരി 2024 നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് ജൂൺ 2024 എന്ന് കൊടുത്തു. അപ്പോൾ ജൂൺ 1 ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയും.
എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്തു. ഇനി നോർമലി നമ്മൾ സേവ് ചെയ്യാനാണോ അതേപോലെ നരേഷൻ കൊടുത്തിട്ട് ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പം നമ്മളതിനെ സേവ് ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ സെയിൽസ് ചെയ്യണം. സെയിൽ ചെയ്യണ സമയത്ത് നമ്മളിപ്പോൾ April 1 പർച്ചേസ് ചെയ്തത്. നമ്മൾ സെയിൽ ചെയ്യണത് ഒരു May 2 നമ്മൾ ഡേറ്റ് F2 അടിച്ചിട്ട് ഡേറ്റ് ചേഞ്ച് ചെയ്തു. 2/5 May 2 ആർക്കാണ് സെയിൽ ചെയ്യണത്? നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ക്രിയേറ്റിൽ പോയി അവിടെ നമുക്ക് കൊടുക്കാം XYZ സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുത്തു, ആക്സെപ്റ്റ് ചെയ്തു, എൻ്റർ അടിച്ചു. അടുത്തത് സെയിൽസ് ലെഡ്ജറാണ്. സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ക്രിയേറ്റിൽ പോയി നമ്മൾ സെയിൽസ് കൊടുത്തു, അണ്ടർ സെയിൽസ് അക്കൗണ്ട് സേവ് ചെയ്തു. അതിനുശേഷം നെയിം ഓഫ് ഐറ്റം, ഏത് ഐറ്റമാണ് സെയിൽ ചെയ്യണത്? നമ്മുടെ പ്രോഡക്റ്റ് കോൾഗേറ്റ്. അപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുമ്പോൾ ഏത് ബാച്ചിലുള്ള പ്രൊഡക്റ്റാണ് സെയിൽ ചെയ്യണത് അത് നമ്മളിവിടെ ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബാച്ച് നമ്പറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ നമ്പർ സെലക്ട് ചെയ്തു. നമ്മൾ പലപ്പോഴായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ബാച്ച് നമ്പറിലായിരിക്കും. അപ്പോൾ ഏത് ബാച്ചിൽ നിന്നാണോ സെയിൽ ചെയ്യണത് ആ ബാച്ച് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ക്വാണ്ടിറ്റി എത്രയെങ്കിൽ അത് നമ്മളിവിടെ കൊടുക്കണം. ക്വാണ്ടിറ്റി നമുക്കൊരു 30 എണ്ണം സെയിൽ ചെയ്യാം. അപ്പോൾ 30 നമ്പേഴ്സ് കൊടുത്തു, 75 രൂപ വെച്ചിട്ട് എൻ്റർ അടിച്ചിട്ട് നരേഷൻ കൊടുത്തിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സെയിൽസ് ചെയ്യാം. അടുത്ത സെയിൽസ് നമ്മൾ ചെയ്യുന്നത് July 1 അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് ചേഞ്ച് ചെയ്യണം. F2 ഡേറ്റ് July 1 എന്ന് പറയുമ്പോൾ 1/7 കൊടുത്തു. ഇനി പാർട്ടിയുടെ പേര്, പാർട്ടീസ് അക്കൗണ്ട് നെയിം XYZ, പാർട്ടിയുടെ അഡ്രസ്സ് എല്ലാം കൊടുത്തു. സെയിൽസ് ലെഡ്ജർ, സെയിൽസ് അക്കൗണ്ട്, നെയിം ഓഫ് ഐറ്റം കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ്. ഇവിടെ നമുക്ക് ബാച്ച് നമ്പർ, നേരത്തെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ബാച്ച് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇപ്പം നമുക്ക് ബാച്ച് നമ്പർ വന്നിട്ടില്ല. എന്താ കാരണം? നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റില്ല. സാധാരണ സെയിൽ ചെയ്യാറില്ലല്ലോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്കിത് ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മളിത് എന്ത് ചെയ്യും? നമ്മുടെ സപ്ലയേഴ്സിന് തന്നെ നമ്മളിത് തിരിച്ചു കൊടുക്കും, റിട്ടേൺ ചെയ്യും. അപ്പോൾ സപ്ലയേഴ്സിന് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്, അത് നമ്മളുടെ സപ്ലയേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്നാണ് പറയാം. പർച്ചേസ് റിട്ടേണിൻ്റെ സെയിൽസ് റിട്ടേണിൻ്റെ ഒക്കെ ക്ലാസ് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നമുക്കിവിടെ ഇനി ചെയ്യേണ്ടത് പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? അതർ വൗച്ചേഴ്സിൽ പോയി അതർ വൗച്ചേഴ്സിനകത്ത് ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ Alt F5 ഡെബിറ്റ് നോട്ടിൽ എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഡെബിറ്റ് നോട്ട് വൗച്ചർ ഓപ്പൺ ആയി വന്നു. ഇനി പാർട്ടീസ് അക്കൗണ്ട് നെയിം, പാർട്ടി ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്? PQRൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. PQR കൊടുത്തു, അഡ്രസ്സ് എല്ലാം കൊടുത്തു. ലെഡ്ജർ ഏതാ കൊടുക്കേണ്ടത്? പർച്ചേസ് റിട്ടേൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രിയേറ്റിൽ പോയി പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. പർച്ചേസ് റിട്ടേൺ അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം നെയിം ഓഫ് ഐറ്റം സെലക്ട് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ എന്ത് വരണം? ബാച്ച് നമ്പർ വരണം. അപ്പോൾ ബാച്ച് നമ്പർ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ബാച്ച് നമ്പർ ഇവിടെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഗറേഷനിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്, അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. F12 കോൺഫിഗറേഷൻ പ്രസ് ചെയ്യുക. അതിനകത്ത് ഇവിടെ ഉണ്ടായിരിക്കും യൂസ് എക്സ്പയർഡ് ബാച്ചസ് ഫോർ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ഓപ്ഷൻ. അതിപ്പോൾ നോന്നാണ്. അതിന് നമ്മൾ എന്ത് ആക്കുക? എസ് ആക്കിയിട്ട് സേവ് ചെയ്യുക. അപ്പം നമുക്കിവിടെ ബാച്ച് നമ്പർ ഉണ്ടായിരിക്കും. ആ ബാച്ച് നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. അതിലെത്ര ക്വാണ്ടിറ്റി ആണോ ഉള്ളത്, നമ്മൾ 470 അതൊന്ന് കുറച്ച് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് റിട്ടേൺ ചെയ്യുക. അങ്ങനെയൊന്നുമില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ബാക്കി ബാലൻസ് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത് ഫുള്ളായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ ബാക്കി 470 ക്വാണ്ടിറ്റി നമ്മൾ റിട്ടേൺ ചെയ്തു. ഇനി എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റോക്ക് കാറ്റഗറി, ഓൾട്ടർനേറ്റ് യൂണിറ്റ്, ബാച്ച് നമ്പർ, മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അക്കൗണ്ടിങ് പഠിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ
പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.